മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന പാഠമാണ് നമ്മൾ തുടങ്ങി വെച്ചിരുന്നത്. എന്താണെങ്കിലും ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഭരണത്തിൻ്റെ കീഴിൽ ഓരോ വിഭാഗം ആളുകൾ സഹിച്ച അല്ലെങ്കിൽ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രധാനമായും ചർച്ച ചെയ്തത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ കീഴിൽ ഫാർമേഴ്സ്, കൃഷിക്കാരായ ആളുകൾ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സഹിച്ചിരുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതായത് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത ലാൻഡ് റവന്യൂ സിസ്റ്റംസ്, 3 ലാൻഡ് റവന്യൂ സിസ്റ്റംസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ഈ ലാൻഡ് റവന്യൂ സിസ്റ്റംസ് എങ്ങനെയൊക്കെ ഈ ഒരു കൃഷിക്കാരെ ബാധിച്ചു എന്നുമൊക്കെ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നെല്ലാം പറഞ്ഞു. അതിനുശേഷം അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്നും പറഞ്ഞു. ശേഷം കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്താണ് എന്നും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇൻഡിഗോ റിവോൾട്ട്. ഇൻഡിഗോ റിവോൾട്ട് എന്നൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ആ ഭാഗം കൊണ്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. നീലം കലാപം അല്ലെങ്കിൽ നീലം കർഷകരുടെ കലാപം എന്നൊക്കെ പറയാറുണ്ട്. ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലം എന്ന് പറയും. അതായത് ഈ ആർട്ടിഫിഷ്യൽ കളേഴ്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തുണികൾക്കൊക്കെ ചായം കൊടുക്കാൻ, നിറം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു കാർഷികോൽപ്പന്നമാണ് നീലം എന്ന് പറയുന്നത്. സോ വി ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അല്ലേ? നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ച് പഠിച്ചു. ബിക്കോസ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ദ production in textiles improved or developed or increased in England or Europe. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണം യൂറോപ്പിലെ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, തുണിത്തരങ്ങളുടെ വ്യവസായം, വസ്ത്രങ്ങളുടെ വ്യവസായം എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഇംപ്രൂവ് ചെയ്തു. അതെന്ത് ചെയ്തു? വളർന്നു എന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഒരു വസ്തുവായിരുന്നു ഇൻഡിഗോ എന്ന് പറയുന്നത്, നീലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരായ ആളുകൾ ഒരു കാര്യം തീരുമാനിച്ചു: ഇന്ത്യക്കാരെ കൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ നീലം അല്ലെങ്കിൽ ഇൻഡിഗോ കൃഷി ചെയ്യിപ്പിക്കണം. സോ they gave advance to the farmers of India for the cultivation of indigo. അതുകൊണ്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരായ ആളുകൾ നീലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരായ ആളുകൾക്ക് പണം അഡ്വാൻസ് ആയിട്ട് നൽകി. ഈ ഇന്ത്യക്കാരായ കൃഷിക്കാരോ നികുതി അടക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ആളുകളായിരുന്നു, അല്ലെ? അവരെല്ലാവരും ബ്രിട്ടീഷുകാർ കൊടുത്ത പണം അഡ്വാൻസ് ആയിക്കൊണ്ട് വാങ്ങി. So those who got the advance from British were compelled to cultivate indigo in the most fertile land. ആരൊക്കെയാണോ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പണം അഡ്വാൻസ് ആയി വാങ്ങിയത്, they were compelled to cultivate indigo in their most fertile land. അവരെന്തിന് നിർബന്ധിതരായി? അവരുടെ ഏറ്റവും ഫെർട്ടൈലായ, ഏറ്റവും വളമയുള്ള സ്ഥലത്ത് ഇൻഡിഗോ എന്ന് പറയുന്ന ആ ഒരു കൃഷി ഉൽപ്പന്നം, ആ ഒരു വസ്തു കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. Also they were compelled to cultivate indigo in the fixed portion of their land.
അതേപോലെ അവർ കമ്പൽഡായ, അവർ നിർബന്ധിതരായ മറ്റൊരവസ്ഥയായിരുന്നു ഫിക്സഡ് പോർഷൻ ഓഫ് ദെയർ ലാൻഡ്. അവരുടെ ഭൂമിയിലെ ഒരു ഫിക്സഡ്, ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലം മുഴുവൻ ഇൻഡിഗോ കൃഷി ചെയ്യണം എന്നുള്ളതിലും അവർ നിർബന്ധിതരായി. രണ്ട് കാര്യങ്ങൾക്കാണ് നിർബന്ധിതരായത് കൃഷിക്കാരൻ. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയവർ രണ്ട് കാര്യത്തിൽ നിർബന്ധിതരായി. ഒന്നെന്താ? ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ ഇൻ ദി മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ്. ഇൻഡിഗോ എവിടെ കൃഷി ചെയ്യണം? ആ കൃഷിക്കാരുടെ ഭൂമിയിൽ, മൊത്തം ഭൂമിയിൽ എവിടെയാണോ ഏറ്റവും വളമയുള്ളത് അവിടെ കൃഷി ചെയ്യണം. ആൻഡ് ദി ഫിക്സഡ് പോർഷൻ, ബ്രിട്ടീഷുകാർ നിശ്ചയിച്ചു നൽകുന്ന സ്ഥലം മുഴുവൻ എന്ത് ചെയ്യണം? ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത് അവർ അതിൽ നിർബന്ധിതരാവുകയും ചെയ്തു. ബിക്കോസ് ഓഫ് ദി ഇന്റർഫിയറൻസ് ഓഫ് ദി ബ്രിട്ടീഷ് ഏജന്റ്സ് during the time of harvesting, the indigo farmers got very few amount or very few price for their indigo. പക്ഷേ because of the interference of British agents during the time of harvesting, ഈ നീലം എന്ന് പറയുന്ന സമയം, ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയം, വിളവെടുക്കുന്ന സമയത്ത്, ബിക്കോസ് ഓഫ് ദി ഇന്റർഫിയറൻസ് ഓഫ് ബ്രിട്ടീഷ് ഏജന്റ്സ്, ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാർ ആ ഒരു വിളവെടുപ്പ് സമയത്ത് ചില ഇടപെടലുകൾ നടത്തുകയും ആൻഡ് ദ ഫാർമേഴ്സ് ഗോട്ട് വെരി ഫ്യൂ പ്രൈസ് ഫോർ ദെയർ ഇൻഡിഗോ. കൃഷിക്കാർക്ക് എന്ത് ലഭിച്ചു? വെരി ലോ പ്രൈസ് ഫോർ ദെയർ ഇൻഡിഗോ. അവരുടെ ഇൻഡിഗോ, അവരുടെ നീലത്തിന് വളരെ കുറഞ്ഞ വില മാത്രമാണ് ലഭിക്കുകയും ചെയ്തത്. അഡ്വാൻസ് ആയിക്കൊണ്ട് പണം ലഭിക്കുകയും, എന്നാൽ ആ അഡ്വാൻസുകൾ ലഭിച്ച പണത്തിന് അവർ പറയുന്ന സ്ഥലത്ത് കൃഷിക്കാരായ ആളുകൾ നീലം കൃഷി ചെയ്യുകയും ചെയ്തുവെങ്കിലും വിളവെടുക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ തന്നെ ചില ഏജന്റുമാർ ഈ ഒരു കൃഷിയിൽ ഇടപെടുകയും അങ്ങനെ എന്ത് ചെയ്യുകയും ചെയ്തു? കൃഷിക്കാരായ ആളുകൾക്ക് അവരുടെ ഒരു ഉൽപ്പന്നത്തിന് കുറഞ്ഞ വില മാത്രമാണ് ലഭിച്ചത്. Later, when artificial colors were invented, the indigo became useless. അങ്ങനെ പിന്നീട് ആർട്ടിഫിഷ്യൽ കളേഴ്സിലെ കൃത്രിമമായ കളറുകളൊക്കെ കണ്ടുപിടിച്ചപ്പോ the indigo became useless. ആണോ? കൃത്രിമമായ കളേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചു. അപ്പൊ കൃത്രിമ കളർ ഉപയോഗിച്ച് വസ്ത്രങ്ങൾക്കൊക്കെ നിറം കൊടുക്കാൻ തുടങ്ങിയപ്പോ ഇൻഡിഗോ എന്ന് പറയുന്നത് എന്തായി? യൂസ്ലെസ് ആയി. സോ ഈ വലിയ കൃഷിസ്ഥലങ്ങളില് ഇൻഡിഗോ കൃഷി ചെയ്തിരുന്ന കൃഷിക്കാരുടെ അവസ്ഥയോ? അവരുടെ ജീവിതം എന്ന് പറയുന്നത് the life of indigo farmers became miserable. ഇൻഡിഗോ ഫാർമേഴ്സിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുരിതത്തിൽ ആയിത്തീർന്നു. അപ്പൊ ഇൻഡിഗോ ഫാർമേഴ്സിനോട് ബ്രിട്ടീഷുകാർ ചെയ്തത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ ഈ നീലം കൃഷിക്കാരെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു, ബാധിച്ചു എന്ന് ചോദിച്ചാൽ ഇത്രയാണ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബിക്കോസ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണം the textile industry became developed or became improved. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇംപ്രൂവ് ചെയ്തു. സോ ബ്രിട്ടീഷുകാർ എന്ത് തീരുമാനിച്ചു? they decided to expand the indigo cultivation in India. ഇന്ത്യയിൽ ഇൻഡിഗോ കൾട്ടിവേഷൻ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. For this purpose, they gave money as advance to the farmers. കൃഷിക്കാർക്ക് പണം അഡ്വാൻസ് ആയി നൽകി. And those who got advance from ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് കിട്ടിയ ആളുകൾ were compelled to cultivate indigo in the fixed portion of their land. അവരുടെ ഫിക്സഡ് ലാൻഡില് നിശ്ചയിക്കപ്പെട്ട അത്രയും സ്ഥലത്ത് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ നിർബന്ധിതരായി. ആൾസോ ദേ കമ്പൽഡ് ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ ഇൻ ദി മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ്. അവരുടെ ഏറ്റവും വളമയുള്ള സ്ഥലത്തും ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ നിർബന്ധിതരായി. ബട്ട് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് ഹാർവെസ്റ്റിംഗ്, അത് വിളവെടുക്കുന്ന സമയത്ത് ബിക്കോസ് ഓഫ് ദി ഇന്റർഫിയറൻസ് ഓഫ് ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം ദ ഫാർമേഴ്സ് ഗോട്ട് വെരി ലോ പ്രൈസ് ഫോർ ദെയർ ഇൻഡിഗോ. കൃഷിക്കാർക്ക് അവരുടെ ഇൻഡിഗോ, അവരുടെ നീലത്തിന് കുറഞ്ഞ വില മാത്രമാണ് കിട്ടിയത്. ആൻഡ് ലേറ്റർ
പിന്നീട് when the artificial colors were invented, ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചപ്പോ ഇൻഡിഗോ became useless. ഇൻഡിഗോ ഉപയോഗശൂന്യമായി തീർന്നു. So the life of indigo farmers became miserable. അതോടുകൂടി ഇൻഡിഗോ ഫാർമേഴ്സിന്റെ ജീവിതം എന്ന് പറയുന്നത് മിസറബിൾ, അത് വളരെ കഷ്ടപ്പാടിലായി തീർന്നു. അപ്പോ ഇത്രയും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ഇൻഡിഗോ ഫാർമേഴ്സിന്റെ ജീവിതമായി തീർന്നപ്പോ ഈ ഇൻഡിഗോ ഫാർമേഴ്സ്, ഈ നീല കൃഷിക്കാരെന്ത് ചെയ്യുകയുണ്ടായി? ഒരു കലാപം നടത്തുകയുണ്ടായി, ഒരു റിവോൾട്ട് നടത്തുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ ഇൻഡിഗോ റിവോൾട്ട് 1859 ബംഗാളിലെ ഇൻഡിഗോ ഫാർമേഴ്സ് എന്ത് ചെയ്തു? ഒരു പ്രഖ്യാപനം നടത്തി, ഒരു ഡിക്ലറേഷൻ നടത്തി. എന്താ ഡിക്ലറേഷൻ എന്നറിയോ? അവർ ഇൻഡിഗോ കൾട്ടിവേഷൻ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുകയാണ് എന്നൊരു പ്രഖ്യാപനം നടത്തുകയും അവർ എന്ത് ചെയ്യാൻ ഒരു പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു. അവർ ഇൻഡിഗോ ഫാക്ടറീസ് ഒക്കെ ആക്രമിച്ചു. ആ ഇൻഡിഗോ ഫാക്ടറീസ് അവരുടെ ആയുധങ്ങളായ ആ വാളും കുന്തവും അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ച് ഇൻഡിഗോ ഫാക്ടറീസ് ഒക്കെ അവർ ആക്രമിച്ചു. ഈ ഒരു പ്രക്ഷോഭത്തിൽ ഒരുപാട് സ്ത്രീകളും പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, അവർ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളോടുമൊക്കെയുള്ള എല്ലാ ബന്ധങ്ങളും അവർ വിച്ഛേദിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വിവരം അറിഞ്ഞപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് പഠിച്ച് വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആളുകൾ ബംഗാളിലേക്ക്, ഈ പ്രക്ഷോഭം നടക്കുന്ന സ്ഥലത്തേക്ക് വരികയും എന്നിട്ട് അവരുടെ സഹായം കൂടി ഈ ഒരു പ്രക്ഷോഭത്തെ നൽകുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പ്രക്ഷോഭം ശക്തി പ്രാപിച്ചപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും ഈ ഒരു കൃഷിക്കാരുടെ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. ആ കമ്മീഷൻ കൃഷിക്കാരുടെ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുകയും എന്നിട്ട് ഗവൺമെന്റിലേക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇൻഡിഗോ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് അൺഎക്കണോമിക് ആണ്, സാമ്പത്തികമായിട്ട് മെച്ചമില്ലാത്തതാണ്, ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നതാണ്. ആൻഡ് പ്രൊപ്പോസഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. എന്നിട്ട് ആ കമ്മീഷൻ ഗവൺമെന്റിനോട് ഇൻഡിഗോ കൾട്ടിവേഷൻ എന്നുള്ളത് നിർത്താൻ വേണ്ടിയിട്ട്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇൻഡിഗോ റിവോൾട്ട്. ഇൻ 1859 the farmers of Bengal declared that they are going to give up indigo cultivation. They were attacked indigo factories and they excommunicated the supporters of British and the people who working for British. ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കുന്നവരെയും ഇവർ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. And several women also participated in this revolt, and some educated people from Calcutta came to this place and they provided their help also to this revolt. So the government appointed a committee to study about the problems of farmers, and this committee or commission studied about the problems of farmers, and they found that the indigo cultivation is uneconomic, and the commission proposed government to stop indigo cultivation. 1859 ആണ് ഇൻഡിഗോ റിവോൾട്ട് നടന്നത്. ബംഗാളിലെ കർഷകർ എന്ത് ചെയ്യുകയാണ്? ഞങ്ങൾ ഇൻഡിഗോ കൾട്ടിവേഷൻ ഒഴിവാക്കാൻ പോവുകയാണെന്ന് ഡിക്ലെയർ ചെയ്തു. അവർ ഇൻഡിഗോ ഫാക്ടറീസ് അറ്റാക്ക് ചെയ്തു. ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കുന്നവരെയും ഒക്കെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സ്ത്രീകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കൊൽക്കത്തയിൽ നിന്ന് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരുടെ സഹായവും കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ അല്ലെങ്കിൽ ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ ഇതിനെക്കുറിച്ച് പഠിച്ചു.
അൺഇക്കണോമിക് ആണ് ഇൻഡിഗോ കൾട്ടിവേഷൻ എന്ന് കണ്ടെത്തി അത് സ്റ്റോപ്പ് ചെയ്യാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്, നീലം കർഷകരുടെ കലാപം എന്ന് പറയുന്നത്. ഇനി അപ്പൊ അതൊരു കർഷക കലാപമാണ് അല്ലെ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കർഷകരുടെ ഒരു കലാപമായിരുന്നു ഈ ഒരു ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ കൊച്ചു കേരളത്തിലും കർഷകരുടെ ചില കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ കേരളത്തിലും ചില കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ആ കലാപങ്ങളെ കുറിച്ചാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് മലബാർ റെബല്യൺ അല്ലെങ്കിൽ മാപ്പിള റെബല്യൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മലബാർ കലാപം, മാപ്പിള കലാപം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് മലബാർ ഭാഗത്തെ, മലബാർ ഏരിയയിലുള്ള കൃഷിക്കാരായ ആളുകൾ നയിച്ച കലാപമായതുകൊണ്ടാണ് മലബാർ റെബല്യൺ എന്ന് പറയുന്നത്. മലബാർ ഭാഗത്തെ കൃഷിക്കാരായ ആളുകൾ മുസ്ലിംസ് ആയിരുന്നു. മലബാറിലെ മുസ്ലിങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു മാപ്പിളമാർ. അതുകൊണ്ട് ഈ കലാപത്തെ മാപ്പിള കലാപം, മാപ്പിള റെബല്യൺ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് മലബാറിലെ മാപ്പിളമാരായ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയത് എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാരും ജന്മിമാരായ ഭൂമിയുടെ ഉടമസ്ഥന്മാർ, ജന്മിമാരായ ആളുകളും ഈ ഒരു കുടിയാന്മാരായ ഈ ഒരു കൃഷിക്കാരെ അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തോട്ട് ഉപദ്രവിച്ചപ്പോഴാണ് മലബാറിൽ ഇത്തരം കലാപം, ഒരു കലാപമല്ല ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം ചേർത്തിട്ട് ഒറ്റ മലബാർ കലാപങ്ങൾ എന്ന പേരിലാണ് പറയുക. അപ്പൊ ഈ കലാപങ്ങൾ നയിച്ചിട്ടുള്ളത് ഏകദേശം 22ഓളം സമരങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരിലും ജന്മിമാർക്കെതിരിലും നടന്നിട്ടുണ്ട്. ഈ ഒരു കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു പ്രത്യേക പോലീസ് ബറ്റാലിയൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. MSP എന്ന് പറയും, മലബാർ സ്പെഷ്യൽ പോലീസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. MSP നമ്മൾ മലപ്പുറത്ത് MSP ഗ്രൗണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. MSP എന്നുള്ള പേരിൽ ഒരു പ്രത്യേക പോലീസ് സേനയെ തന്നെ ബ്രിട്ടീഷുകാർ ഈ ഒരു കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ ഒരു കലാപം ബ്രിട്ടീഷുകാർ അവസാനം അടിച്ചമർത്തുകയും ചെയ്തു. ഈ ഒരു കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു കമ്മീഷനെ നിയോഗിച്ചു. വില്യം ലോഗൻ കമ്മീഷൻ എന്തായിരുന്നു? ആ കമ്മീഷന്റെ പേരെന്താണ്? വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ ഈ കലാപത്തെ കുറിച്ച് അന്വേഷിക്കുകയും ബ്രിട്ടീഷുകാരുടെ ഒരു കഠിനമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് ഈ ഒരു കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തു. ഇതാണ് മലബാർ റെബല്യനെ കുറിച്ച് പറയാനുള്ളത്. സോ മലബാർ റെബല്യൺ ഓർ മാപ്പിള റെബല്യൺ. എന്താണ് ഞാൻ പറഞ്ഞത്? മലബാർ റെബല്യന്റെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ മലബാർ റെബല്യൺ വാസ് അഗെയിൻസ്റ്റ് ദ ജന്മീസ് ആൻഡ് ബ്രിട്ടീഷ്. ജന്മിമാർക്കും ബ്രിട്ടീഷുകാർക്കും എതിരായിരുന്നു. ബിക്കോസ് ഓഫ് ദെയർ atrocities ടുവാർഡ്സ് ദി പെസൻസ്. എന്തിനുള്ളത്? അവരുടെ കൃഷിക്കാർക്ക് നേരെയുള്ള അവരുടെ അതിക്രമങ്ങൾ കാരണമാണ് മലബാർ കലാപം ഉണ്ടായിട്ടുള്ളത്. അതായിരുന്നു അതിന്റെ കാരണം. പ്രത്യേകിച്ച് ജന്മിമാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോട് കൂടിയുള്ള ജന്മിമാരുടെ പ്രവർത്തനങ്ങളാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദ atrocities ഓഫ് ലാൻഡ് ലോർഡ്സ് ഇൻക്ലൂഡിംഗ് ദ എവിക്ഷൻ. എന്താ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ? കുടിയൊഴിപ്പിക്കുക എന്ന് പറയും. കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കൽ പോലെയുള്ള ലാൻഡ് ലോർഡ്സിന്റെ ഭൂ ഉടമസ്ഥരുടെ ഒരു ആട്രോസിറ്റിക്കെതിരായിരുന്നു ഈ ഒരു കലാപം പ്രധാനമായും നടന്നത്. ഈ ലാൻഡ് ലോർഡ്സ് ഇതൊക്കെ ചെയ്തത് എന്തുകൊണ്ടാ? ലാൻഡ് ലോർഡ്സ് ഹാഡ് ദി സപ്പോർട്ട് ഓഫ് ബ്രിട്ടീഷ്. ലാൻഡ് ലോർഡ്സിന് എന്തുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്? ദ പെസൻസ് ഓഫ് മലബാറിലെ കൃഷിക്കാർ എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തത്. Farmers of Malabar were the tenants who obtained the land
ഫ്രം ദി ലാൻഡ് ലോഡ്സ് ഫോർ ലീസ്. ലാൻഡ് ലോഡ്സിന്റെ കയ്യിൽ നിന്നും പാട്ടത്തിന് ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്ന കൃഷിക്കാരായിരുന്നു മലബാറിലെ കൃഷിക്കാരെന്ന് പറയുന്നത്. ആൻഡ് they were Muslims. അവരെന്തായിരുന്നു? മുസ്ലിംസ് ആയിരുന്നു. The Muslims of Malabar were also known as Mapilas. മലബാറിലെ മുസ്ലിംസ് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് മാപ്പിളാസ് എന്നുള്ളത്. സോ ദീസ് റെബല്യൻസ് ആർ നോൺ ആസ് മാപ്പിള റെബല്യൻസ്. അതുകൊണ്ട് ഇവർ നയിച്ച ഈ റെബല്യൻസിനെ എന്തും വിളിക്കുന്നുണ്ട്? മാപ്പിള റെബല്യൻസ് എന്നും വിളിക്കുന്നുണ്ട്. Around 22 revolts against British took place in Malabar. ഏകദേശം 22ഓളം കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ഈ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നു. സോ ദ ബ്രിട്ടീഷ് ഫോംഡ് എ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയൻ ടു സപ്രസ് ദ റിവോൾട്ട്. ഈ റിവോൾട്ടിനെ സപ്രസ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ ഒരു സ്പെഷ്യൽ പോലീസ് ബറ്റാലിയൻ ഫോം ചെയ്തു. ഇറ്റ്സ് നെയിം, ഇതിന്റെ നെയിമാണ് MSP, മലബാർ സ്പെഷ്യൽ പോലീസ്. ഇതിന്റെ പേരായിരുന്നത് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്നത്. ആൾസോ ബ്രിട്ടീഷ് അപ്പോയിന്റഡ് വില്യം ലോഗൻ കമ്മീഷൻ ടു സ്റ്റഡി അബൌട്ട് ദ റിവോൾട്ട്. ഈ റിവോൾട്ടിനെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ വില്യം ലോഗൻ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. ആൻഡ് ദി കമ്മീഷൻ, ഈ കമ്മീഷൻ എന്ത് ചെയ്തു? ഫൗണ്ട് ദാറ്റ് the revolt was against the unfair tax system of British. ഈ കമ്മീഷൻ എന്താണ് കണ്ടുപിടിച്ചത്? ഈ ഒരു റിവോൾട്ട് ബ്രിട്ടീഷുകാരുടെ നീതിയില്ലാത്ത ഈ ഒരു ടാക്സ് സിസ്റ്റത്തിനെതിരാണ് എന്ന് വില്യം ലോഗൻ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തു. സോ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ബാക്കി ഭാഗവുമായി കൊണ്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.